മിനിമം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദിവസം 3% വരെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതും നമ്മുടെ മുദ്ര ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ്. എന്താണ് മുദ്ര ഗ്രൂപ്പ് എന്ന് നോക്കാം. ഏകദേശം 5ഓളം ഫേമസ് പ്രൊജക്റ്റുകളാണ് ഇവരിവിടെ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളാണ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് ബയോഡീസൽ ഉണ്ടാക്കുക, അതുപോലെ വെൽനസ് പ്രൊഡക്റ്റുകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡ് ട്രേഡിംഗ് ബിസിനസ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് പ്രൊജക്റ്റുമുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രൊജക്റ്റ് വഴി ഏകദേശം 9461 രൂപയാണ് എനിക്കിവിടെ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് എനിക്കിത് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും 1000 രൂപ വെച്ച് എങ്ങനെ ജോയിൻ ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ 20 ലെവലിൽ പ്രോഫിറ്റ് നേടാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിമും മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, 2 വട്ടം പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ലോഗിനിലേക്ക് വരുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഞാനിവിടെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആക്കുന്നതാണ്. എങ്ങനെ നമ്മൾ ഇനി 1000 രൂപ വെച്ച് നമുക്ക് ID ആക്റ്റീവ് ആക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആഡ് INR ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ അവരുടെ ഫോൺ പേ അല്ലെങ്കിൽ GPayയുടെ QR കോഡ് ലഭിക്കുന്നതാണ്. അതെടുത്തിട്ട് നമ്മുടെ GPay ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിമം ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 1000 റുപ്പീസാണ് ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ IDയും ഈ സ്ക്രീൻഷോട്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. UPI ട്രാൻസാക്ഷൻ ID എന്ന ഈ ID നിങ്ങൾ കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടും എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഫോൺ പേ QR കോഡ് ലഭിച്ചത് അതിൻ്റെ താഴത്തേക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടെ ആദ്യം ഞാൻ ട്രാൻസാക്ഷൻ ID അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ആ ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ടും അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് ഒരു 10 നിമിഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത് എത്ര എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വെൽഡൺ എന്നുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് പേജിലേക്ക് പോയി വെയിറ്റ് ചെയ്യുക. ഏകദേശം 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ എമൗണ്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 1000 രൂപ കയറിയത് കാണാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 പാക്കേജാണ് ഇവിടെ ലഭിക്കുന്നത്. അതിൽ 3x പാക്കേജാണ് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിൽ സ്റ്റാർട്ടിങ്ങിലാണ് പ്രൊജക്റ്റ് നിൽക്കുന്നത്. അതുപോലെ ലോങ് ടൈം റൺ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റും കൂടിയാണിത്. ആ ഒരു കാരണത്തിൽ മാക്സിമം 3x തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 0.3% എല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് വരികയുള്ളൂ. അതുപോലെ ഇതിൻ്റെ നിങ്ങളുടെ ക്യാപിറ്റലും പ്രോഫിറ്റും എനി ടൈം നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. പക്ഷേ പ്രീമിയം ഈ ഒരു കാറ്റഗറിയിലുള്ള 3%ലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3% വെച്ച് നമ്മൾ 1000 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2500 രൂപയായിട്ട് വരുന്നതാണ്. ആ ഒരു ഓപ്ഷൻ കൊടുത്ത് ഞാനിവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ സ്റ്റേക്കിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത വിഡ്രോവലും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം.